ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. റഫാൽ ഇടപാടിൽ ഓഡിറ്റർ ജനറലിനെയും അറ്റോർണി ജനറലിനെയും വിളിച്ചുവരുത്തി വിശദീകരണം തേടണമെന്ന് കോൺഗ്രസ്. യുദ്ധവിമാനങ്ങളുടെ വിവരം CAG പരിശോധിച്ചെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് കളവാണെന്നും പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. റഫാൽ അഴിമതി ആരോപണം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുള്ള പ്രക്ഷോഭം ശക്തമാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. അതേസമയം CAG റിപ്പോർട്ട് ജനുവരിയിൽ മാത്രമേ തയ്യാറാകൂ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. റഫാൽ ഇടപാടിൽ അന്വേഷണം വേണമെന്ന സുപ്രീംകോടതി വിധിയിൽ ഗുരുതര പിഴവുണ്ടെന്ന ആരോപണം ഇന്നലെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. വിധിയിലെ 25ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് യുദ്ധവിമാനങ്ങളുടെ വില CAG പരിശോധിച്ചുവെന്നും CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് സമർപ്പിച്ചുവെന്നുമാണ്. എന്നാൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നിലവിലില്ലെന്ന് PAC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവർത്തിച്ചു. CAGയെയും അറ്റോർണി ജനറലിനെയും വിളിച്ചു വരുത്തണം. ഇക്കാര്യം PACയിലെ മറ്റംഗങ്ങളോട് ആവശ്യപ്പെട്ടതായും ഖാർഗെ പറഞ്ഞു. अटॉर्नी जनरल को बुलाया जाए और उसी तरीके से CAG के जो चीफ हैं उनसे भी पूछताछ की जाएगी. സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. CAG റിപ്പോർട്ട് PAC പരിശോധിച്ചുവെന്ന് എന്തിനാണ് പറഞ്ഞത്? സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഖാർഗെ വ്യക്തമാക്കി. അതിനിടെ CAG റിപ്പോർട്ട് ജനുവരിയിൽ മാത്രമേ തയ്യാറാകൂ എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. കോടതി വിധി BJPക്കും കേന്ദ്രത്തിനുമുള്ള ക്ലീൻ ചിറ്റ് അല്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. CBI അടക്കമുള്ള ഏജൻസികൾക്ക് അന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ല. കരാറിനെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് വിധികൊണ്ട് അർത്ഥമാക്കുന്നില്ലെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. ആരോപണങ്ങളിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. സർക്കാർ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് NCP നേതാവ് ശരത് പവാറും കുറ്റപ്പെടുത്തി. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ലൈംഗിക പീഡന പരാതിയിൽ PK ശശിയെ വെള്ളപൂശിയുള്ള CPM അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത്. പെൺകുട്ടിയുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുണ്ടെന്നും പാർട്ടി ഓഫീസിൽ വെച്ച് ശശി അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടി പരാതി നൽകിയത് സ്വമേധയ ആണെന്ന് കരുതാനാകില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. PK ശ്രീമതിയും AK ബാലനും അടങ്ങിയ 2-അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു PK ശശിക്കെതിരായ പാർട്ടി നടപടി. പാർട്ടി നേതാവിന് യോജിക്കാത്ത തരത്തിൽ പ്രവർത്തകയോട് സംഭാഷണം നടത്തിയതിന് ശശിയെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു എന്നായിരുന്നു CPMന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. എന്നാൽ ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷണ കമ്മീഷൻ പൂർണ്ണമായി തള്ളിയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മണ്ണാർക്കാട് പാർട്ടി ഓഫീസിൽ വെച്ച് ശശി അപമര്യാദയെ പെരുമാറിയെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി. ഇത് കമ്മീഷൻ തള്ളുന്നു. പാർട്ടി ഓഫീസിൽ വെച്ച് ശശി മോശമായി പെരുമാറിയിട്ടില്ല. അതിന് ദൃക്സാക്ഷികളുമില്ല. തിരക്കുള്ള സമയത്ത് പാർട്ടി ഓഫീസിൽ ശശി അപമര്യാദയെ പെരുമാറിയെന്ന് കരുതാനാകില്ല. പരാതി പിൻവലിക്കാൻ 5000 രൂപ ശശി നൽകിയെന്ന ആരോപണവും കമ്മീഷൻ നിഷേധിക്കുന്നു. പരാതിക്കാരിയെ പാർട്ടി ഓഫീസിൽ ശശി വിളിച്ചു വരുത്തിയത് റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. പണം നൽകിയതും അതിനു തന്നെ. ഇതിൽ അസ്വാഭാവികതയില്ല. യുവതിയുടെ വിശദീകരണത്തിൽ പല പൊരുത്തക്കേടുകളുണ്ടെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ സമ്മേളന സമയത്ത് പെൺകുട്ടി ഉത്സാഹവതിയായിരുന്നു. നേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായെങ്കിൽ ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്ന സംശയവും കമ്മീഷൻ ഉയർത്തുന്നുണ്ട്. ശശിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദത്തെയും കമ്മീഷൻ പൂർണ്ണമായി തള്ളുന്നില്ല. പല നേതാക്കളും ഇത്തരത്തിൽ മൊഴികൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ സഹായത്തോടെ ജില്ലാ കമ്മിറ്റി ഇത്തരം കാര്യങ്ങളും പരിശോധിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ലൈംഗിക പീഡന പരാതിക്ക് തെളിവില്ലെങ്കിലും ഫോണിലൂടെ മോശമായി സംസാരിച്ചെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ശശിക്കെതിരെ നടപടിയെന്ന് വ്യക്തമാക്കുന്നതാണ് കമ്മീഷൻ റിപ്പോർട്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ KSRTC. ഹൈക്കോടതി 2 ദിവസത്തിനകം വിധി നടപ്പാക്കണമെന്ന് അന്ത്യശാസനം നൽകിയ സാഹചര്യത്തിലാണ് 4000-ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ധാരണയിലെത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ പിരിച്ചുവിടൽ നടപടി തുടങ്ങിയേക്കും. എന്നാൽ ഒന്നിച്ചു പിരിച്ചുവിടുന്നത് KSRTC സർവീസുകളെയും പ്രതികൂലമായി ബാധിക്കും. താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിട്ട് പകരം PSC അഡ്വൈസ് മെമ്മോ നൽകിയ 4051 പേരെ നിയമിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതി അന്ത്യശാസനം നൽകിയ സാഹചര്യത്തിൽ വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതി ഇലക്ഷൻ നേരിടേണ്ടി വരും. അതുകൊണ്ട് പിരിച്ചുവിടൽ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. 10 വർഷം സർവീസ് ഇല്ലാത്ത 3872 പേരുടെ ലിസ്റ്റ് KSRTC തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ അവധിയായതിനാൽ തിങ്കളാഴ്ചയാകും ഉത്തരവിറങ്ങുക. സുപ്രീംകോടതി അവധി കഴിഞ്ഞ് ജനുവരി 2-ന് ചേരുമ്പോൾ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. പിരിച്ചുവിടുന്ന താൽക്കാലിക ജീവനക്കാരുടെ വാദം ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല. നിലവിലെ കേസിൽ ഇവർ കക്ഷിയുമല്ല. ഈ സാഹചര്യത്തിൽ ഈ വാദം മുന്നോട്ട് വെച്ച് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് ആലോചന.
താൽക്കാലിക ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടാൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിനു പുറമെ KSRTCയുടെ പ്രവർത്തനം പൂർണ്ണമായി താളം തെറ്റും. 1500-ലധികം പേരെ അടിയന്തരമായി വടക്കൻ ജില്ലകളിലേക്ക് വിന്യസിക്കേണ്ടി വരും. പുതിയ ജീവനക്കാരെ പരിശീലനം നൽകി ജോലിക്ക് പ്രവേശിപ്പിക്കുന്നതിന് കാലതാമസവും ഉണ്ടാകും. 4000-ഓളം പേരെ പിരിച്ചുവിടുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറികടക്കുമെന്നുള്ളത് തന്നെയാണ് സർക്കാരിനും KSRTCക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഹൈക്കോടതിയുമായി ഒരു തുറന്ന പോരിന് പോകേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാടും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല വാർത്തകൾ. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ ലേക്ക് റോഡ് കാർ ഷാംപൂ. കളർ മങ്ങാതെ വാഹനങ്ങൾ വൃത്തിയാക്കുവാൻ ലേക്ക് റോഡ് കാർ ഷാംപൂ. വാഹനങ്ങൾ എന്നും പുതിയതുപോലെ. കോ പവർഡ് ബൈ ഡ്യൂക്ക് പെയിന്റ്സ്. ചുവരിലും മനസ്സിലും മായാതെ നിൽക്കും ഡ്യൂക്ക് പെയിന്റ്സ്. ആഹാ. ശബരിമല സന്നിധാനത്ത് ഇന്നും ഭക്തജന തിരക്ക്. ഉച്ചവരെ 1,00,000-ഓളം ഭക്തർ സന്നിധാനത്തെത്തി. വാവര് നടയ്ക്ക് സമീപമുള്ള ബാരിക്കേഡുകൾ പോലീസ് ഭാഗികമായി നീക്കി. മണ്ഡലകാലം ആരംഭിച്ച ശേഷം ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ. 79,267 പേർ ഇന്നലെ ശബരിമലയിലെത്തി. കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചു. ഇന്ന് പുലർച്ചെ മുതലും നല്ല തിരക്കാണ്. ഉച്ചവരെ 50,000-ലധികം ഭക്തർ ദർശനം നടത്തി. KSRTC നിലയ്ക്കൽ സ്റ്റേഷനിൽ ഇന്നലെ ഒരു ദിവസത്തെ കളക്ഷൻ 51 ലക്ഷത്തിലധികം. അതിനിടെ പുതിയ ബാച്ചിലെ ചില പോലീസുകാരെങ്കിലും അപമര്യാദയായി പെരുമാറുന്ന പരാതിയുമുണ്ട്. ഇവരിങ്ങനെ പിടിച്ചു മാറ്റിയ കാരണം എന്തെന്ന് എനിക്കറിയണം. ഞാൻ ഇവിടെ നിൽക്കുന്ന അനുവാദം ഇല്ലെങ്കിൽ എന്നെ മാറ്റി വിടണം. ഇവിടെ തൊഴിലുണ്ടാകുന്ന പറഞ്ഞാൽ പിടിച്ചു മാറ്റിയത്. ഇവിടെ തൊഴിലുണ്ടാകുന്ന ഞാൻ പിടിച്ചു മാറ്റിയത്. ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ 40% പേരിലെങ്ങാനാണ് എനിക്ക് വയറെ കയറി തൊഴുവാൻ കഴിയില്ല എന്ന്. എന്നിട്ട് കേട്ടില്ല. സന്നിധാനത്തെ നിയന്ത്രണങ്ങളിൽ പോലീസ് കൂടുതൽ ഇളവുകൾ വരുത്തി. വാവരുസ്വാമി നടയിലെ ബാരിക്കേഡുകളിൽ ഒന്ന് ഇന്നലെ അർദ്ധരാത്രി മാറ്റി. പുലർച്ചെ 3 മുതൽ 11:30 വരെ വടക്കേ നടയിൽ ഇനി തീർത്ഥാടകർക്ക് വിശ്രമിക്കാം. പിൽഗ്രിംസ് വണ്ടി ഇവിടെ ഇൻഗ്രസ് ബാക്കി ഇവിടെ ലോവർ തിരുമുട്ടം ഭാഗിലേക്ക് നെയ്ഭിഷേകത്തിന് വേണ്ടി 3 മണി മുതൽ 11:30 മണി വരെ ഇവിടെ അതുണ്ടാവും, ഇൻഗ്രസ് ഉണ്ടാവും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പോലീസ് ഇളവുകൾ വരുത്തിയത്. ഹൈക്കോടതി നിരീക്ഷണ സമിതി അംഗം ജസ്റ്റിസ് PR രാമൻ പുതിയ ക്രമീകരണങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി. ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ നിരോധനാജ്ഞയുടെ കാലാവധി നാളെ അർദ്ധരാത്രി അവസാനിക്കും. ന്യൂസ് 18 സന്നിധാനം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റാന്നി കോടതി റദ്ദാക്കി. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാലാണ് നടപടി. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ജാമ്യം റദ്ദാക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. മണ്ഡലകാലത്തിന്റെ ആരംഭത്തിലാണ് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലായ രാഹുൽ ഈശ്വറിന് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഈ ഉപാധികൾ പാലിക്കുന്നില്ലെന്ന് കാട്ടി പോലീസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം പാലിച്ചില്ല, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, വ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും സമാനമായ കുറ്റകൃത്യത്തിന് ശ്രമിക്കുന്നു, പ്രകോപനപരമായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കോടതിയെ സമീപിച്ചത്. ഇത് അംഗീകരിച്ചാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. എന്നാൽ ജാമ്യം റദ്ദാക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. പോലീസിന്റെ വ്യക്തിവിദ്വേഷം തീർക്കുന്ന നടപടികളാണ്. ഞാൻ ഡൽഹിയിൽ ഒരു പരിപാടിക്ക് 8-ാം തീയതിയാണ് ഒപ്പിടെടുക്കുന്നത്. 8-ാം തീയതി വൈകിട്ടാണ് ഞാൻ തിരിച്ചെത്തിയത്. പോലീസുകാരെ കൃത്യമായി അറിയിച്ചിരുന്നു. 9-ാം തീയതി രാവിലെ ഒപ്പിടാനും എത്തി. 7 തവണയോളം കൃത്യമായി ഒപ്പിട്ട് ഒരു തവണ ഏതാനും മണിക്കൂറുകൾ താമസിച്ചു എന്ന പേരിലാണ് പോലീസുകാർ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത്. ദൗർഭാഗ്യകരമാണ്, വ്യക്തിവിരോധം തീർക്കുന്നതാണ്. ഇതിനെതിരെ തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും. ശ്യാം ദേവരാജ്, ന്യൂസ് 18, പത്തനംതിട്ട. കോൺഗ്രസ് വിരോധത്തിന്റെ തടവറയിലാണ് കേരളത്തിലെ CPM എന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന KPCC ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. ശബരിമല വിഷയത്തിൽ തുടർ സമരവും വനിതാ മതിലിന് എതിരായ പ്രചാരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടുത്ത മാസം 3-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി തീരുമാനമെടുക്കും. DCC അധ്യക്ഷന്മാരും ജില്ലാ ചുമതലയുള്ള KPCC ഭാരവാഹികളും ലോക്സഭാ മണ്ഡലം ഭാരവാഹികളുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരെല്ലാം ഒരിക്കൽ കൂടി ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ന്യൂനപക്ഷ പ്രേമം എന്ന കാപട്യം, ആ കാപട്യത്തിന്റെ മുഖംമൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ധരിച്ചിരിക്കുന്ന ആ ന്യൂനപക്ഷ പ്രേമം, ആ ഒരു മുഖംമൂടി വീണ്ടും അഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി BJP പറയുന്ന പോലെ തന്നെ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന BJPയുടെ അതേ ഈണത്തിൽ അതേ സ്വരത്തിൽ തന്നെയാണ് കേരളത്തിലെ CPMന്റെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്.
ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. റായ്പൂരിൽ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം. PCC അധ്യക്ഷൻ ഭൂപേഷ് ബാഗേലിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത. 15 വർഷത്തിനു ശേഷം കോൺഗ്രസ് അധികാരം പിടിച്ച ഛത്തീസ്ഗഡിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് ഇന്നറിയാം. PCC അധ്യക്ഷൻ ഭൂപേഷ് ബാഗേൽ, പ്രതിപക്ഷ നേതാവ് TS സിംഗ്ദേവ്, സംസ്ഥാനത്ത് നിന്നുള്ള പാർട്ടിയുടെ ഏക MP താമരധ്വജ് സാഹു എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിലുള്ളത്. സംസ്ഥാന നേതാക്കൾ ഇന്നലെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൽ ഭൂപേഷ് ബാഗേലിനാണ് കൂടുതൽ സാധ്യത. റായ്പൂരിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. AICC നിരീക്ഷകരായ മല്ലികാർജ്ജുൻ ഖാർഗെ, ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള PL പൂനിയ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. इंतजार की घड़ी बिल्कुल अब समाप्त होने वाली है. जैसे वहाँ से निकलेंगे, हो सकता है यहाँ अनाउंस करे या हो सकता है रायपुर में अनाउंस करें. തിങ്കളാഴ്ചയാണ് ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിവിധ പ്രതിപക്ഷ കക്ഷികൾ അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കർണാടകയിലെ ചാമരാജ നഗറിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് 12 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവത്തിൽ അട്ടിമറി നടന്നിട്ടുള്ളതായാണ് പ്രാഥമിക സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുൽവാദി ക്ഷേത്രത്തിലെ മാരമ്മ ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്കൊടുവിൽ വിതരണം ചെയ്ത പ്രസാദം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് അട്ടിമറിക്ക് കാരണമെന്നാണ് നിഗമനം. വിഷബാധയേറ്റ 60ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമി വ്യക്തമാക്കിയിരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനവും പ്രഖ്യാപിച്ചു. പ്രസാദാവശിഷ്ടം കഴിച്ച് നിരവധി പശുക്കളും ചത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബ്രൂവറികൾ തുടങ്ങുമെന്ന് സൂചന നൽകി മന്ത്രി TP രാമകൃഷ്ണൻ. ബ്രൂവറി തുടങ്ങിയാൽ തൊഴിലവസരങ്ങളുണ്ടാവും. ബ്രൂവറി സംബന്ധിച്ച് ലഭിച്ച റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. കേരളത്തിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ കത്ത് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. വരുന്ന അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പം അപേക്ഷ എങ്ങനെ പരിഗണിക്കണം, ഇനി അനുവാദം കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഉചിതമായ തീരുമാനം ഗവൺമെൻറ് എടുക്കും. കേരളത്തിലെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടും, കേരളത്തിൻ്റെ വരുമാനത്തിലും വർധനവുണ്ടാകും. അതാണ് ഗവൺമെൻറ് ആലോചിച്ചിട്ടുള്ളത്. ആരോഗ്യമന്ത്രി KK ശൈലജ RSS സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തെന്ന് ആരോപണം. വിജ്ഞാൻ ഭാരതി അഹമ്മദാബാദിൽ നടത്തിയ വേൾഡ് ആയുർവേദിക് കോൺഗ്രസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതാണ് വിവാദത്തിലായത്. കേന്ദ്രത്തിലെയും ഗുജറാത്തിലെയും ആയുഷ് മന്ത്രാലയത്തിന്റെയും RSS നിയന്ത്രണത്തിലുള്ള വേൾഡ് ആയുർവേദ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയാണ് വിജ്ഞാൻ ഭാരതി പരിപാടി നടത്തിയത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നെങ്കിലും ആരും പങ്കെടുത്തില്ല. അതേസമയം കേന്ദ്ര സർക്കാർ പരിപാടിയിലാണ് പങ്കെടുത്തതെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. ഹർത്താലിനെതിരെ വീണ്ടും വ്യാപാരികളുടെ പ്രതിഷേധം. ഹർത്താലിനെ തുടർന്ന് കേടായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമായി വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ഇനിയുള്ള ഹർത്താലുകളിൽ കടകൾ തുറക്കുമെന്നും വ്യാപാരികൾ അറിയിച്ചു. ഹർത്താലിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം തുടരുകയാണ്. വ്യാപാരികൾക്ക് മാത്രമല്ല ലോട്ടറി കച്ചവടക്കാർക്കും ഹർത്താൽ തിരിച്ചടിയായി. ഇന്നലെ നറുക്കെടുത്ത ലക്ഷക്കണക്കിന് രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റഴിക്കാനാകാതെ ബാക്കിയായത്. ഇനി ഒരു ഹർത്താലിനോടും സഹകരിക്കില്ലെന്ന് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. ഹർത്താൽ എന്ന് പറയുന്നത് രാത്രി പ്രഖ്യാപിക്കുന്ന ഹർത്താലിനോട് നമുക്ക് യോജിക്കാൻ വേണ്ടി കഴിയില്ല. അത് ഏത് വ്യാപാര സംഘടന, ഏത് രാഷ്ട്രീയ സംഘടനയായാലും അർദ്ധരാത്രി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് രാവിലെ ഗുണ്ടായുസം കാണിച്ച് കച്ചവട സ്ഥാപനങ്ങൾ കൂട്ടുന്ന ഒരു നിലപാട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതാണ് വ്യാപാര സമിതിയുടെ അഭിപ്രായം. ശബരിമലയിൽ തോറ്റതിന് വ്യാപാരികളോടെന്ന പോലെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും വ്യാപാരികൾ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാക്കുന്നത് കോടികളുടെ നഷ്ടം. കായൽ ടൂറിസം രംഗത്ത് ഇന്നലെ മാത്രം ഒഴിവാക്കപ്പെട്ടത് 50% ബുക്കിംഗുകളാണെന്ന് DTPC. സഞ്ചാരികൾ കൂട്ടത്തോടെ കപ്പലുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന സാഹചര്യം ടൂറിസം രംഗത്തെ തകർക്കുന്നുവെന്നും ടൂർ ഓപ്പറേറ്റർമാരും പറയുന്നു.
പ്രളയം തകർത്ത ടൂറിസം രംഗം കലോത്സവങ്ങളിലൂടെയും വള്ളംകളിയിലൂടെയുമൊക്കെ പുനർജീവിക്കാൻ പാടുപെടുമ്പോഴാണ് ഹർത്താലുകൾ വിനോദസഞ്ചാര മേഖലയെ തകർക്കുന്നത്. നിപ്പയും പ്രളയവുമൊക്കെയായി 3 സീസണുകളിൽ നഷ്ടം 100 കോടി. ആകെ പ്രതീക്ഷയുള്ള ഡിസംബർ ആകട്ടെ ഹർത്താലുകളാൽ തകിടം മറിയുന്നു. അപ്പോൾ ഈ സീസൺ തീരെ പോയി. അടിക്കടി വരുന്ന ഹർത്താലുകളും പ്രയാസങ്ങളാണ് നമുക്ക് വരുന്നത്. ഇവിടെ വന്നാൽ കംഫർട്ട് അല്ലെന്നൊരു തോന്നൽ ഗസ്റ്റുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ആൾ വരുന്നില്ല. ഇപ്പം ആകെ നാശം കിടക്കും ഇവിടെ. ഈ ഡിസംബറിൽ എന്തെങ്കിലും വന്നാലും മാത്രമേ ഈ സീസൺ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ കൊച്ചിയിലെത്തിയ വിദേശ സഞ്ചാരികൾക്ക് ടൂർ ഓപ്പറേറ്റർമാർ ആദ്യം വിവരിച്ചു നൽകിയത് കേരളത്തിന്റെ മനോഹാരിതയെക്കുറിച്ചല്ല, മറിച്ച് അപ്രഖ്യാപിത ഹർത്താലുകളെക്കുറിച്ചാണ്. നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ ലീഡേഴ്സും ദേ ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ് നോട്ട് ടു കണ്ടിന്യൂസ്ലി കോൾ ഫോർ ദ സ്ട്രൈക്ക്. വിനോദസഞ്ചാര മേഖലയെ ഹർത്താലുകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് വസ്തുത. കപ്പലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോൾ ഹർത്താലുകളുടെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു എന്നതാണ് ലജ്ജാകരമായ വസ്തുത. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഹർത്താൽ ആഹ്വാനങ്ങൾ ജനം തള്ളിക്കളയണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പി മോഹൻദാസ്. ഹർത്താലിനെതിരെ ജനം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. ഹർത്താൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. പ്രതിഷേധത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും പി മോഹൻദാസ് അഭിപ്രായപ്പെട്ടു. മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. മനുഷ്യന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഹർത്താൽ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുണ്ടാകുന്നത്. ഇത് എല്ലാവരും സ്വയം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും അവകാശങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ കടമകളൊന്ന് മനസ്സിലാക്കാൻ ഓരോരുത്തരും ഇത് തയ്യാറായാൽ ഇങ്ങനെയുള്ള ഈ ഹർത്താലും ബന്ധുവെല്ലാം അവസാനിക്കും. ഗ്വാളിയർ രൂപത ബിഷപ്പ് മാർ തോമസ് തെന്നാട്ട് വാഹനാപകടത്തിൽ മരിച്ചു. രൂപതയുടെ കീഴിലുള്ള സ്കൂളിലെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരികെ ബിഷപ്പ് ഹൌസിലേക്ക് പോകും വഴിയാണ് അപകടം. ഉടൻ തന്നെ അടുത്ത ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം അതിരൂപത അംഗവും ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ജ്ഞാനായ കത്തോലിക്ക ഇടവക അംഗവുമാണ്. 2016 ഒക്ടോബർ 18-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ തോമസ് തെന്നാട്ടിനെ ഗ്വാളിയർ രൂപത ബിഷപ്പായി നിയമിച്ചത്. പാലക്കാട് നഗരത്തിലെ സ്വകാര്യ കുളം നികത്താനുള്ള ശ്രമം വിവാദത്തിൽ. കുന്നത്തൂർ മേടിന് സമീപത്തെ 1.5 ഏക്കർ സ്ഥലത്തെ കുളം നികത്താനുള്ള നീക്കമാണ് വിവാദത്തിലായത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭൂമിയുടെ തരം മാറ്റി പറമ്പാക്കിയാണ് ഭൂമാഫിയയുടെ നേതൃത്വത്തിൽ നികത്താൻ ശ്രമം നടക്കുന്നത്. പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ കുന്നത്തൂർ മേട്ടിലുള്ള 1.5 ഏക്കർ സ്വകാര്യ കുളമാണ് നികത്താൻ ശ്രമം നടക്കുന്നത്. വ്യാജരേഖകൾ ഹാജരാക്കിയാണ് ഹൈക്കോടതിയിൽ നിന്നും കുളം നികത്താൻ അനുമതി വാങ്ങിയതെന്നും ആരോപണമുണ്ട്. വർഷങ്ങളായി കുളമായി ഉപയോഗിച്ചിരുന്ന സ്ഥലത്തെ തരം മാറ്റി പറമ്പാക്കിയെന്നും ഇതിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. കൃഷി വകുപ്പ് ഇത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസർ ഇത് കുളമാണെന്നുള്ള റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. കലക്ടറേറ്റിലെ ഒരുപറ്റം ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു ന്യൂനപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. തെളിവുകളുണ്ടായിട്ടും ഹൈക്കോടതി ഉത്തരവിനെതിരെ റവന്യൂ അധികൃതർ അപ്പീൽ നൽകാത്തതും വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഭൂമാഫിയ ഈ കുളം നികത്താൻ ശ്രമം നടത്തിയപ്പോഴൊക്കെ സാമൂഹിക പ്രവർത്തകരാണ് അത് തടഞ്ഞത്. കുളം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് നഗരസഭ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നടപടി വൈകുകയാണ്. കളക്ടർക്ക് നൽകിയ പരാതിയിന്മേലും തീരുമാനമായിട്ടില്ല. കുളം സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻ നായരുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് സഹോദരൻ മണിക്കുട്ടൻ. ഇപ്പോൾ പുറത്തുവന്ന മൊഴി വ്യാജമായിരിക്കും. വേണുഗോപാലിന് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ലെന്ന് ഡോക്ടർമാരും പോലീസും തന്നോട് പറഞ്ഞതായും മണിക്കുട്ടൻ പറയുന്നു. അങ്ങനെ എടുത്തിട്ടില്ല, ഒരിക്കലും എടുത്തിട്ടില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാ, ഒരിക്കലും സംസാരിക്കാൻ പറ്റാതായി പോയി പുള്ളിക്ക്. എൻ്റെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഈ ഡോക്ടർ പറഞ്ഞ കഴുത്തിൻ്റെ അവിടെ എത്ര നീര് കയറി വെള്ളം ഒന്നും യൂറിയനൊന്നും പോകണില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ വ്യക്തി എങ്ങനെയാണ് സംസാരിക്കുന്നത്? തൊണ്ട വീക്കം കെട്ടി എങ്ങനെയാണ്? ബിനാലെകൾ വിദേശ കലാകാരന്മാരുടെ മാത്രം കുത്തകയാണെന്ന് വാദിക്കുന്നവർക്ക് ഒരു മറുപടിയാണ് ബപ്പിദാസ്. ജീവിതം പകർന്നു തന്ന അനുഭവങ്ങളുമായാണ് ബപ്പിദാസ് കൊച്ചിയിലെ ബിനാലയിലേക്ക് എത്തിയത്. കൊൽക്കത്തയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ ബപ്പിദാസ് തന്റെ ഓരോ യാത്രക്കിടയിലും കാണുന്ന കാഴ്ചകളെ വർണ്ണങ്ങൾ കൊണ്ട് തീർത്ത നൂലുകളാൽ തുന്നിച്ചേർത്തിരിക്കുകയാണിവിടെ. പൂർണ്ണമായും
നൂലിൽ തീർത്ത ചിത്രങ്ങൾ കൈകൊണ്ട് തുണിയിൽ തുന്നിപ്പിടിപ്പിച്ചതാണ്. വഴിയരികിലെ കുട്ടിയും പുകതുപ്പുന്ന ഫാക്ടറിയും രാത്രിയോളം സഞ്ചാരം നടത്തുന്ന റിക്ഷയുമൊക്കെ ബപ്പിയുടെ ക്യാൻവാസിൽ ഭദ്രം. म्यूनसिपैलिटी में एक मेरा गार्डनर का एक नौकरी करता हूँ मैं. खाने के लिए तो चलने के लिए तो पैसे चाहिए, तो वो मुझे कलकत्ता कॉर्पोरेशन में मैं कैजुअल में नौकरी करता हूँ. वो आधा टाइम करता हूँ, आधा टाइम स्टिच करता हूँ. അധ്യാപകനായ അഭിജിത്താണ് ബപ്പിയെ ബിനാലയിലെത്തിച്ചത്. ബിനാലയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷം. बहुत प्राउड फील हो रहा है क्योंकि ये मेरा सपने के बाहर था. ബപ്പിദാസിനെ പോലുള്ള കലാകാരന്മാർ കൂടി ബിനാലയിലേക്ക് എത്തിയതോടെ ബിനാലെ കൂടുതൽ ജനകീയമാവുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്രീജിത് സിക്കൊപ്പം വിനീത വിജി, ന്യൂസ് 18. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിൽ കലാപത്തിന് പ്രധാനമന്ത്രി ആഹ്വാനം നൽകുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ. പ്രധാനമന്ത്രി അനാവശ്യ ഹർത്താലിനെ പിന്തുണയ്ക്കുന്നു. ഹർത്താലുകൾ നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടാനാണ് BJP ശ്രമമെന്നും കോടിയേരി. പ്രമുഖ കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയുടെ കച്ചേരി ഇന്ന് തിരുവനന്തപുരത്ത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നതിനായി കേരള സർവകലാശാല ജീവനക്കാരുടെ യൂണിയനുകളാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വൈകിട്ട് 5-ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ B. അജയന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ആലപ്പുഴ വള്ളിക്കുന്നിൽ പൊതുദർശനത്തിന് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ വൈകുന്നേരം 4 മണിക്കാണ് സംസ്കാരം. ഘാനയിലെ ലഗോൺ സർവകലാശാലയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമ നീക്കം ചെയ്തു. 2 വർഷം മുമ്പ് പ്രണബ് മുഖർജി അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് അധികൃതർ നീക്കം ചെയ്തത്. ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരോട് വംശീയ വിവേചനം കാണിച്ചുവെന്ന ആക്ഷേപങ്ങളെ തുടർന്നാണ് നടപടി. വൈറ്റ് ഹൗസ് ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്തേക്ക് മിക് മുൽവാനയെ നിയമിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്ത് നിന്ന് ജനറൽ ജോൺ കെല്ലി മാസാവസാനത്തോടെ പദവി വിടുന്നതിനാലാണ് മിക്കിന്റെ നിയമനം. ഇപ്പോൾ PK ശ്രീമതി MP ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ബേസിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അല്ല, അത് പാർട്ടിയോട് ചോദിക്കണം. അന്വേഷണ കമ്മീഷൻ നല്ല രീതിയിൽ എല്ലാവരെയും എല്ലാവരോടും അന്വേഷിച്ച് ആവശ്യയുക്തമായ രീതിയിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ ബേസിൽ ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ചു. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സെക്രട്ടറി വെച്ച പ്രപ്പോസൽ എല്ലാവരും ഐകകണ്ഠ്യേന അംഗീകരിച്ചു. അത് എന്നെ സംബന്ധിച്ച് അതറിയില്ല. അല്ല, സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നടപടിയുടെ ആവശ്യമില്ല. CCയിൽ വന്നില്ലല്ലോ. CCയിൽ അങ്ങനെ ചർച്ചയില്ല. അതെനിക്കറിയില്ല. ഈ കമ്മീഷൻ അംഗം എന്നുള്ള രീതിയിൽ പെൺകുട്ടിയുടെ പരാതി മതിയായ ഗൗരവത്തോടെ തന്നെ പരിഗണിച്ചിട്ടാണ് അന്വേഷണം നടത്തിയത് എന്നാണ്. അല്ല, ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ രീതിയിൽ തന്നെയാണ് എല്ലാ വശവും അന്വേഷിച്ചിട്ട് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ നടപടിക്ക് ശേഷം പിന്നീട് എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള കാര്യമൊന്നും എന്നെ സംബന്ധിച്ച് അറിയാനോ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുമില്ല, എന്നോടാരും പറഞ്ഞിട്ടുമില്ല. മറ്റേ നടപടി മേൽ കമ്മിറ്റി അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് CC തീർച്ചയായിട്ടും അംഗീകരിക്കും. അല്ല, ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് മലയാളത്തിലാണ് ഇത്രയും സമയം സംസാരിച്ചത് അല്ലേ? PK ശശി MLAക്ക് എതിരായ പരാതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ തുടങ്ങി. ശശിക്കെതിരെ സംസ്ഥാന സമിതി സ്വീകരിച്ച നടപടി നാളെ കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. പരാതി അന്വേഷണ കമ്മീഷൻ ഗൗരവമായി പരിഗണിച്ചില്ലെന്ന് DYFI വനിതാ നേതാവ് കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, സഖ്യങ്ങൾ എന്നിവയാണ് കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കുന്ന മറ്റ് വിഷയങ്ങൾ. ജമ്മു കശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേനയും പ്രദേശവാസികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 6 യുവാക്കൾ കൊല്ലപ്പെട്ടു. 3 ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഭീകരരെ നേരിടുന്നതിനിടെ ഒരു ജവാന് ജീവൻ നഷ്ടപ്പെട്ടു. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. സംഘർഷത്തെ തുടർന്ന് പുൽവാമയിൽ ഇന്റർനെറ്റ് സർവീസ് റദ്ദാക്കി.